إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ അടിമകൾക്ക് പ്രത്യേകം നൽകുന്ന ചില നിഅമത്തുകളുണ്ട്, അനുഗ്രഹങ്ങൾ. അത് അള്ളാഹു തന്നിട്ട് തന്നെ വേണം അടിമകൾക്ക് കിട്ടാൻ. സ്വയം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ നടക്കൂല, അഥവാ തൗഫീഖാണ്. അപ്പൊ അതിനായി ആഗ്രഹിച്ച് ദുആ ചെയ്ത് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്ത് അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചവർക്ക് അള്ളാഹു നൽകുന്ന അപാരമായ നിഅമ, നല്ല മനസ്സ്, ഇൻഷിറാഹുള്ള ഖൽബ്, തുറന്ന മനസ്സെന്ന് പറയും, വിശാല മനസ്കത. അതിന് ദേഷ്യമില്ല, വെറുപ്പില്ല, കുശുമ്പില്ല, വൈരാഗ്യമില്ല, അസൂയയില്ല, പകയില്ല, ആരോടും മോശമായിട്ടുള്ള ഒരു വിചാരവുമില്ല. അതേസമയം ദീനിനോട് താല്പര്യം, ഈമാനിനോട് പ്രത്യേകമായ ഇഷ്ടം, പാപങ്ങളോടും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോടും വെറുപ്പ്, ദീനുൽ ഇസ്ലാം വെറുത്തിട്ടുള്ള കാര്യങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ടമില്ലായ്മ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോട് വലിയ സ്നേഹം, അതിനോട് വലിയ ആശയും ആവേശവും, ഇതൊക്കെ ഉൾക്കൊള്ളിക്കപ്പെടുന്ന മനസ്സ് ആർക്കെങ്കിലും ലഭിച്ചാൽ അത് അള്ളാഹു അടിമക്ക് നൽകുന്ന പ്രത്യേകം തൗഫീഖാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ അള്ളാഹു ഇസ്ലാമിന് വേണ്ടി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ, അഥവാ അയാളെ ദീനിയാക്കിയാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് അള്ളാഹു ഇന്ന കാര്യം പ്രത്യേകം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് ഇൻഷിറാഹുൽ ഖൽബാൻ, തുറന്ന മനസ്സാണ്, വിശാല മനസ്സ്. അഫമൻ ശറഹല്ലാഹു സദറഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹ്.
ഇസ്ലാമിന് വേണ്ടി ആരുടെയെങ്കിലും കൽബ് അള്ളാഹു തുറന്നു കൊടുത്താൽ അവൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ പ്രകാശത്തിന്മേൽ ജീവിക്കുന്നവനാണ്. നല്ലോനാണ്. അവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ആകാശ ലോകത്തുള്ളവർക്ക് അവനോടുള്ള മുഹബ്ബത്ത് പറയപ്പെടുകയും ചെയ്യും. ആകാശ ലോകത്തുള്ളവർ അവനെ സ്നേഹിച്ചാൽ ആ സ്നേഹം ഭൂമിയിലുള്ളവരുടെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുക്കും. ആളുകളും അയാളെ ഇഷ്ടപ്പെടും. അയാളുമായിട്ട് പ്രത്യേക ബന്ധങ്ങളൊന്നും ഉണ്ടാവൂല. കുടുംബ ബന്ധമില്ല, ചോരബന്ധമില്ല, വൈവാഹിക ബന്ധങ്ങളില്ല, വലിയ ചങ്ങാതിമാരോ കൂട്ടുകാരോ ആയിരിക്കൂല. എന്നാലും മനസ്സിന് ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. അള്ളാഹു നസീബാക്കി തരട്ടെ. ലോകത്തിന്റെ ഏതോ കോണിലുള്ള മനുഷ്യനായിരിക്കും. നമ്മളെ കണ്ടിട്ടുണ്ടാവൂല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ടുണ്ടാവൂല, നമ്മൾ എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാവൂല. പക്ഷെ ആകാശ ലോകത്ത് അവന് മുഹബ്ബത്ത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓനെ കാണാത്ത, അറിയാത്ത, ഇതുവരെ പരിചയമില്ലാത്തവര് പോലും അവരെ സ്നേഹിക്കും. നല്ല മനസ്സുള്ളവരാവണം. അത് ഈമാന്റെ അടയാളമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുരിദ് അൻ യുദില്ലഹു, ആരെയെങ്കിലും അല്ലാഹു വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് മാറ്റാൻ, അള്ളാഹുവിന്റെ മഹബ്ബത്തിന്റെ വഴിയിൽ നിന്ന് മാറ്റാൻ, ശൈത്താന്റെ ആളാവാൻ, ബാത്തിലിന്റെ ആളാവാൻ ആരെയെങ്കിലും വിഷയത്തിൽ അള്ളാഹു തീരുമാനമെടുത്താൽ യജ്അൽ സദറഹു ضيقا, അവന്റെ മനസ്സിനെ അള്ളാഹു ഇടുക്കമുള്ളതാക്കി കളയും. വിശാലായിരിക്കൂല. അവന്റെ മുഖത്തൊരു ചിരി നമുക്ക് കാണാൻ കഴിയില്ല. ഒരു നല്ല വർത്താനം, സമാധാനത്തിന്റെ വർത്താനം, ഒരു ആശ്വാസത്തിന്റെ ഒരു വാക്ക് ഒരു നാവുന്ന് വരൂല. ഒരാരോടും പ്രസന്നവദനായി നല്ല മുഖത്തോടെ പെരുമാറൂല. അവന്റെ മനസ്സിൽ എപ്പോഴും പകയുടെ, ദേശത്തിന്റെ, വെറുപ്പിന്റെ, അസൂയയുടെ, ഇഷ്ടമില്ലായ്മയുടെ കറുത്ത അടയാളങ്ങൾ കാണാൻ കഴിയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അതിനെ ഉപമിച്ചെങ്ങനെ അറിയോ? കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തിലേക്ക് കയറിപ്പോകുന്നവനെ പോലെ. കയറാൻ കഴിയില്ല. മടക്കേരിക്കാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. വലിയ കുന്നിന്റെ മുകളിലേക്ക് നടന്നിട്ട് കയറുന്ന ആള് വലിയ പ്രയാസത്തിലായിരിക്കും കയറുക. അയാളുടെ ശരീരത്തിലും അയാളുടെ മുഖത്തും അയാളുടെ ശ്വാസത്തിലും ഒക്കെ ആ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഈ വിഭാഗം ആൾക്കാർ അങ്ങനെയായിരിക്കും. ഒരു സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവില്ല, ഒരു റാഹത്തും മനസ്സിലുണ്ടാവില്ല, ആരോടും നല്ല ഒരു പെരുമാറ്റം ഉണ്ടാവില്ല. അള്ളാഹുവിനെ വെറുക്കും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു എങ്ങാനും ഒരുത്തനെ വെറുത്താൽ ജിബ്രീലിനെ അള്ളാഹു വിളിക്കും, ജിബ്രീൽ ഞാൻ ഇന്ന ആളെ വെറുക്കുന്നു. മഅദല്ലാഹ്. കോടിക്കണക്കിന് അടിമകൾക്കിടയിൽ ഒരുത്തനെ പറ്റി അള്ളാഹു ജിബ്രീലിനോട് എനിക്ക് ഇന്നോനോട് വെറുപ്പാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓന്റെ കഥ കഴിഞ്ഞു. നീയും അവനെ നീയും ഓനെ വെറുക്കണം. ജിബ്രീലും വെറുക്കും. ആകാശ ലോകത്തുള്ളവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ഇതാ അള്ളാഹു ഇന്ന ആള് വെറുക്കുന്നുണ്ട്, എനിക്കും അയാളോട് വെറുപ്പാണ്, നിങ്ങളും അയാളെ വെറുക്കണം. മലായിക്കത്തിന്റെ മനസ്സിലും വെറുപ്പ്. ആ വെറുപ്പ് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഇറക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആളുകൾ അയാളെ വെറുക്കാൻ തുടങ്ങും. ഇന്നലെ വരെ ഇങ്ങനെയായിരിക്കും. ഒരുമിച്ച് ചോറയ്ക്കും, ഒരുമിച്ച് ചായ കുടിക്കും, ഒരുമിച്ച് ഇരിക്കും, കറങ്ങും, ഉറങ്ങും, എല്ലാം ചെയ്യും. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആളുകൾ അയാളെ കൂടെ മിണ്ടുന്നില്ല. അയാൾ അടുക്കുന്ന ആളുകൾക്ക് ഇഷ്ടമാകുന്നില്ല. അയാൾ കൂടെ ഇരിക്കും, എണീച്ചിട്ട് പോവാൻ. അയാളെ കാണുമ്പം തന്നെ മുഖം തിരിഞ്ഞു നടക്കും. എന്തുകൊണ്ടറിയോ? ആകാശ ലോകത്തിൽ വെറുപ്പുണ്ടാക്കുന്ന എന്തോ അവന്റെ കൽബിനെ ബാധിച്ചിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമർ, അഫമൻ ശറഹ അല്ലാഹു സദറഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. ആർക്കെങ്കിലും അങ്ങനെ ഒരു മനസ്സ് കിട്ടിയാൽ, വിശാല മനസ്സ്, നന്മയുള്ള മനസ്സ്, ഒരു അള്ളാന്റെ പ്രകാശത്തിലാണ്. ഫവൈലുൻ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. നേരെ തിരിച്ചാണെങ്കിൽ ഇൻശറാഹുൽ ഖൽബില്ല, സമാധാനമില്ല, നന്മയില്ല, അവൻ അല്ലാഹുവിന്റെ ശാപം എന്ന് പരിശുദ്ധ ഖുർആനിൽ ശാപവാക്ക് വന്നിരിക്കുന്നു. അവിടെ നമ്മൾ ദുആ ചെയ്യണം അല്ലാഹുവോട് നല്ല മനുഷ്യന്മാരാക്കാൻ, നല്ല മനസ്സുള്ളവരാക്കാൻ, മൃഗങ്ങളെ പോലെ ആവാതിരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ദുനിയാവിൽ കൊടുത്ത നിഅമത്തുകൾ ഒരുപാടുണ്ട്. ഖുർആനിൽ അള്ളാഹു അതൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
ആ കൂട്ടത്തിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു നിഅമ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഭാവം, ഒരു സൂറത്തിന്റെ പേരിന് ഏതാണ്? സൂറത്തുൽ ഇൻഷിറാഹ്. ഇൻഷിറാഹ് എന്ന് പറഞ്ഞാൽ തുറന്ന മനസ്സ്, വിശാല മനസ്കത. അലം നശ്റഹ് ലക സദ്റക്. നബിയേ, ഖുറൈശികൾ നിങ്ങളെ പറ്റി ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? സൂറത്തുൽ ദുഹാക്ക് ശേഷം ഇറങ്ങിയ സൂറത്താണ്. സൂറത്തുൽ ദുഹാന് ശേഷം ഖുർആനിലുള്ള സൂറത്താണ്. വിഷമിക്കല്ല, നിങ്ങൾ വലിയ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ഏതാ നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവം? നിങ്ങളുടെ നെഞ്ച് അല്ലാഹു നിങ്ങൾക്ക് തുറന്നെന്നില്ലേ? മനുഷ്യരോടും മുസ്ലിമിനോടും ഗൈറു മുസ്ലിമിനോടും മൃഗങ്ങളോടും ജീവനില്ലതിനോടും ഇല്ലാത്തതിനോടും ഒക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടുപ്പമാണ്. സഹാബാക്കൾ പറയാണ്, മദീനത്തെ പള്ളിയിൽ ഒരു പഴയ മിമ്പർ ഉണ്ടായിരുന്നു. നമ്മളൊന്നും ആടെയൊന്നും എത്താനായില്ല. ഒരു പഴയ മിമ്പർ, അതായത് ഈത്തപ്പഴത്തിന്റെ ഒരു മരത്തിൽ ഈ കസായിമാരെ ഇറച്ചി വെട്ടുന്ന മരങ്ങളിട്ടേ വലുത്, അതേപോലത്തെ ഒരു തടി, അതിന്റെ മുകളിൽ കൈകുത്തി നിന്നിട്ടോ അതിന്റെ മുകളിൽ ചാരി ഇരുന്നിട്ടോ ഒക്കെയാണ് സംസാരിക്കുക. ഒരു സഹാബി വനിത മദീനക്കാരി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് നല്ലൊരു ആശാരിയായ ജോലിക്കാരനുണ്ട്, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മിമ്പർ ഉണ്ടാക്കി തരട്ടെ, നിങ്ങൾ സ്വീകരിക്കോ? മദീനത്തെ പള്ളി എന്നാണ് ആ പെണ്ണുങ്ങൾ ചോദിക്കുന്നത്. എന്ന് വെച്ചാല് മദീന പള്ളിയിൽ ബാക്കിൽ ആരുണ്ട്? പെണ്ണുങ്ങളുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ പള്ളി പോവാൻ പാടില്ല എന്ന് പറയുന്നത് കളവാണ്, വെറുതെ പറയുന്നതാണ്. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പെണ്ണുങ്ങളുണ്ട്. അവിടെ ആ പെണ്ണ് ചോദിച്ചത്, ഒരു മിമ്പർ ഞാൻ ഉണ്ടാക്കി തരട്ടെ? ആയിക്കോട്ടെ, നീ ഉണ്ടായിക്കോളി. 3 സ്റ്റെപ്പുള്ളൊരു മിമ്പർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പെണ്ണുങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. മുമ്പില് 3 എണ്ണം. അതാണ് സുന്നത്ത്. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ കയറിയിട്ട് പിന്നെ നേരെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. അതാണ് സുന്നത്തായ മിമ്പർ. അത് ഉണ്ടാക്കി കൊടുത്തു. സഹാബത്ത് പറയാണ്, ഖുതുബ കഴിയുമ്പോഴേക്കും തൊട്ടപ്പുറത്തുള്ള ഈത്തപ്പഴ മരത്തിന്റെ ഏങ്ങലടിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടു. റസൂലുള്ളാഹി മാത്രമല്ല, നമ്മൾ കേട്ടു. ആ മരത്തടിയുടെ വിഷമത്തിന്റെ ഏങ്ങലിന്റെ ശബ്ദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇറങ്ങി, പുതിയ മിമ്പറിന് താഴെ ഇറങ്ങി. എന്നിട്ട് ആ ഈത്തപ്പഴത്തടിയുടെ മുകളിൽ കൈവച്ചു. അപ്പൊ അതിന്റെ ഏങ്കലിൽ നിന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഥവാ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അത് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത്ര ഇൻഷറാഹുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പിന്നെ എങ്ങനെയാ ഈ ആളുകള് ആ പ്രിയപ്പെട്ട പ്രവാചകനെ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റാണ്, മറിച്ചാണ്. ജീവനില്ലാത്ത ഒരു മരത്തടിയോട് കാണിച്ച റഹ്മത്താണിത്. അങ്ങനെ ഒരുപാട്. അലം നശ്റഹ് ലക സദ്റക്. ആ സ്വഭാവം നമ്മൾ ഉണ്ടാക്കണം. സന്മനസ്സുള്ളവൻ, ഒരു സമാധാനം ഉണ്ടാവും, സ്വസ്ഥതയുണ്ടാവും. മാത്രമല്ല, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബാക്കൾ, അഥവാ നമ്മളുടെ ഒന്നാമത്തെ മുൻഗാമി റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാർ, അവരുടെ ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അംഗീകരിച്ചത്, അല്ലാഹു അവരെ ഇഷ്ടപ്പെടാൻ കാരണമായ അവരുടെ സൽസ്വഭാവം, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞു, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അടിമകളെ, ഞാൻ എന്റെ പ്രവാചകന് വേണ്ടി സെലക്ട് ചെയ്ത സഹാബത്തുണ്ടല്ലോ, നിങ്ങളുടെ മുൻഗാമികൾ, അവരുടെ നല്ലൊരു സ്വഭാവമുണ്ട്. അതെന്താണെന്നറിയോ? ഒന്ന്, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم. മക്കത്തിൽ നിന്ന് മുഹാജിരിങ്ങൾ മദീനയിലേക്ക് ഹിജറ ചെയ്ത് പോകുന്നതിന് മുമ്പ് വിശ്വസിക്കുകയും വരുന്നവർക്കുള്ള സ്ഥല സൗകര്യവും താമസ സൗകര്യവും ഒരുക്കി കൊടുക്കുകയും ചെയ്തവർ, അത്ര വിശാല മനസ്സ് കാണിച്ചവർ, ദീനു വേണ്ടി നാടും വീടും കുടുംബവും എല്ലാം വിട്ട് ഓടി വരുന്ന മുഹാജിറുകളെ സ്വന്തക്കാരെ പോലെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു വിഭാഗം ആളുകൾ മദീനക്കാർ. അവര് തമ്മിൽ ഒരു ബന്ധമില്ല. 450 കിലോമീറ്റർ ദൂരമില്ലേ ഇന്നത്തെ ഓട്ടത്തില്? അന്ന് 13 ദിവസത്തെ യാത്രയുണ്ട് മക്ക മദീനക്കിടയിൽ. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മക്കക്കാര് വേറെ, മദീനക്കാര് വേറെ. പക്ഷെ മദീനക്കാരുടെ ഒരു സ്വഭാവം അല്ലാഹു പറഞ്ഞു ഖുർആനിൽ,
ഒരു ബന്ധവുമില്ലാത്ത ഈ മുഹാജിറുകൾ അവരെ നാട്ടിലേക്ക് താമസിക്കാൻ വരുന്നുണ്ടെന്ന് കണ്ടപ്പോ അവര് വരുന്നതിന് മുമ്പ് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം അവരുണ്ടാക്കി അവിടെ ഒരുക്കി കാത്തു നിന്നു. അത്ര നല്ല മനസ്സിന്റെ ഉടമകൾ. പിന്നെയോ അവര് വന്നു കഴിഞ്ഞതിന് ശേഷം ഇതുവരെ കണ്ടുപരിചയം പോലും ഇല്ലാത്ത ആളുകൾക്ക് അവർക്കുണ്ടായ തോട്ടത്തെ പകുതിക്കുന്ന് മുറിച്ചു. 500 ഈത്തപ്പഴത്തിന്റെ തോട്ടാണെങ്കിൽ 250 മുഹാജിറിന്, 250 ഈ നാട്ടുകാരന്. അത്രമായ മനസ്സ് കാണിച്ചു അവർ. എന്നിട്ട് കൊടുത്തതിന് ശേഷം ചില ആളുകൾക്ക് 2 തട്ടുള്ള വീടുണ്ടാവും. ഒന്നാമത്തെ ഇയാള് ബാക്കി ഭാഗത്ത് ഈ വന്ന ആൾക്ക് താമസിക്കാൻ. വന്ന ആളാരാ അറിയില്ല, ഒന്നാളെ പേരെന്താ അറിയില്ല, ഒന്നാൾ ഏത് കുടുംബക്കാരനാ അതും അറിയില്ല. പിന്നെന്തിനാ കൊടുത്തത്? അതാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. നമ്മൾ എന്തെല്ലാം പരിശോധിക്കും, നമ്മൾ എത്ര കാത്തു നിൽക്കും? അള്ളാഹു പറയാണ്, ഇനി എന്റെ ഈ നല്ല അടിമകൾ അവർക്കത് കൊടുത്തതിന് ശേഷം അത് കൊടുക്കണ്ടായിരുന്നു, മറ്റത് കൊടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുമോ? കൊടുത്തതിൽ പിന്നീട് അവര് ആഗ്രഹം പ്രകടിപ്പിച്ചതേയില്ല. പോയി കൊടുത്ത അവർക്കായി ചില മുഹാജിറുകൾ ആ കൊടുത്തതിനെ കൊണ്ട് കച്ചവടം ചെയ്തു. മദീനക്കാരെക്കാളും വലിയ പണക്കാരായി. അന്നേരം മദീനക്കാർക്ക് ഞാൻ നിനക്ക് വെറുതെ തന്നല്ലേ, കുറച്ച് ലാഭം എനിക്കും താ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവര് സ്വയം പട്ടിണിയിലാണെങ്കിലും, ആ മദീനക്കാര് സ്വന്തം ആവശ്യക്കാരാണെങ്കിലും വന്ന മുഹാജിറുകളെ അവരെ തടിയേക്കാൾ അവര് പരിഗണിച്ചു. അത്ര നല്ല വിശാല മനസ്സിന്റെ ഉടമകളായിരുന്നു സഹാബാക്കൾ. ഇത് ഞാൻ പറയുന്നതിനറിയോ? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെ മനസ്സിന്റെ വിശാലതയെ അളന്നു നോക്കാൻ. അന്യന്റെ വിഷയത്തിൽ വേണ്ട, സ്വന്തം വീട്ടിലുള്ള കാര്യത്തിൽ എങ്ങനെയാണെന്ന് ആലോചിക്കാൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം അങ്ങനെയാവാൻ ആഗ്രഹിച്ചു. തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരും ലാ യുബ്ലിഗുനി അഹദുൻ അൻ അഹദിൻ മിൻ അസ്ഹാബി ഷൈആ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ സഹാബാക്കളെ, നിങ്ങൾ ആരും എന്നോട് എന്റെ സഹാബത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിൽ അവരെ പറ്റി മോശമായ ഒരു ധാരണ ഉണ്ടാക്കരുത്. ഒരാളുടെ ഷെറിൽ നിന്ന്, ദീനിയായ ഷെറിൽ നിന്ന് മറ്റൊരാൾക്ക് രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ പറയാം, വേറെ കാര്യം. അത് ഇസ്ലാഹിന്റെ ഭാഗം, നന്മയുടെ ഭാഗം. അതേ സമയത്ത് ഇവൻ മറ്റൊരുമായിട്ടൊരു കൂട്ടാവണ്ട. ഇവൻ എന്റെ ചങ്ങായാ മതി, നമ്മളുമായിട്ടൊരു ബന്ധം മതി, നമ്മളെ പ്രസ്ഥാനവുമായിട്ട് ബന്ധം മതി, ഇവൻ നമ്മളെ സംഘടനക്ക് തന്നാ മതി, ഇവൻ നമ്മളൊരു ബാക്കപ്പായിട്ട് നിന്നാ മതി, മറ്റോൻ ഇവനൊന്നും കൊടുക്കണ്ട, ഇവന്റെ എല്ലാം നമുക്ക് തന്നെ ഊറ്റാം. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇവൻ എന്റെ ചങ്ങായി മാത്രമായാ മതി, ഇവന്റെ ഖൈറ് മറ്റാർക്കും കിട്ടണ്ട, അതിനുവേണ്ടി എന്ത് ചെയ്യും? ഒരുത്തം വരുമ്പോ ഓനെപ്പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞു കൊടുക്കുക. ആളുകളുടെ മനസ്സിൽ കറയുണ്ടാവുന്ന എന്തെങ്കിലും ഇവന്റെ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊക്കെ വെറുതെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇവൻ ആരാന്നറിയോ, ഇവൻ എങ്ങനെയാണെന്നറിയോ? അങ്ങനെ പറഞ്ഞിട്ട് ആളുകളുടെ മനസ്സിൽ മോശമായ ഒരു ചിത്രം ഒരാളെ പറ്റി ഉണ്ടാക്കി കൊടുക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സഹാബാക്കളിൽപ്പെട്ട ആരെക്കുറിച്ചും നിങ്ങൾ എന്നോടൊന്നും പറയരുത്. ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈഹിം വഅന സലീമുസ് സദർ. ഞാൻ എന്റെ സഹാബത്തിനിടയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ആരോടും എന്റെ മനസ്സിൽ ഒന്നുമില്ലാത്ത തരത്തിൽ പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും അങ്ങനെയാവണം, നിങ്ങൾ എല്ലാവരും അങ്ങനെയാവണം. എല്ലാവരും അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. സലീമുസ് സദർ, ആരോടും മനസ്സിൽ വെറുപ്പില്ല, വൈരാഗ്യമില്ല, ആരെപ്പറ്റി ഒരു മുൻധാരണയില്ല, ആരെപ്പറ്റി മോശമായിട്ടുള്ള വിചാരങ്ങളില്ല, ഒന്നുമില്ല. ഇതാ മുഅ്മിനീങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ഈ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദ 13-14 ആയത്തുകൾ ബനൂ ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള താരീഖ് അല്ലാഹു പറയാൻ. ആ കൂട്ടത്തിൽ അവര് കുരുത്തക്കേട് കാണിച്ച സമയം ഞാൻ അവരെ ശിക്ഷിച്ചു എന്ന് അല്ലാഹു പറഞ്ഞു. ഞാൻ നടപടി സ്വീകരിച്ചു. അവർ എന്നോട് കാണിച്ച കുരുത്തക്കേടിന്റെ അദാബായി, ശിക്ഷയായി ഞാൻ അവർക്ക് കൊടുത്ത കാര്യം എന്താ അറിയോ? അവരുടെ വിശാല മനസ്കതയെ ഇല്ലാണ്ടാക്കി. എന്താ കാര്യം? അത് നഷ്ടപ്പെട്ടാൽ ഇവന്റെ ജീവിതത്തിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല.
നമുക്ക് ആരോടെങ്കിലും വെറുപ്പ് തോന്നിയാൽ നമ്മൾ ഇങ്ങനെ ഉരുകും, ഓൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ആരോടെങ്കിലും നമുക്ക് അസൂയ വന്നു, നമ്മൾ ആ അസൂയയും കൊണ്ട് ഇങ്ങനെ കളിക്കും, ഓൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. നമ്മളെ ആരോഗ്യം, നമ്മളുടെ ചിന്ത, നമ്മളുടെ സമ്പത്ത്, നമ്മളെ സമയം, നമ്മളെ ഊർജം അത് വെറുതെ പാഴാവും. അതൊരു അദാബായിട്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു. അള്ളാഹു പറഞ്ഞു, ഞാൻ ബനൂ ഇസ്രായേലിനോട് ചെയ്ത കരാറ് അവർ ലംഘിച്ചപ്പോൾ, തൗഹീദിന്റെയും ഇത്തിബാഉർ റസൂലിന്റെയും കരാറ് ബനൂ ഇസ്രായേൽ ലംഘിച്ചപ്പോൾ ലഅന്നാഹും, ഞാൻ അവരെ ശപിച്ചു. ഇതാണ് ഒന്നാമത്തെ അദാബ്, അഥവാ എന്റെ റഹ്മത്തിൽ ഞാൻ അവരെ ദൂരെയാക്കി. പിന്നെയോ വജഅൽനാ ഖുലൂബഹും ഖാസിയ, അവരുടെ ഹൃദയത്തെ ഞാൻ കടുപ്പമുള്ള ഹൃദയമാക്കി. സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, ആശ്വാസമില്ലാത്ത, ഒരു റാഹത്തും കിട്ടാത്ത മനസ്സ് കൊടുത്ത് അവരെ ഞാൻ ഇടുക്കിക്കളഞ്ഞു. അതൊരു അദാബാണ്. അഥവാ നമ്മളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു മനസ്സുണ്ടെങ്കിൽ, എല്ലാരോടും ദേഷ്യം, വെറുപ്പിങ്ങനെ വെച്ച് നിൽക്കുക, പക ഇങ്ങനെ വെച്ചിട്ട് അത് പൂട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക, ഒരവസരം കിട്ടുമ്പോ കിട്ടിയ ചാൻസിൽ ആ പകയങ്ങ് വീട്ടിക്കളയാ. ഇല്ലെങ്കിൽ ഇങ്ങനെ സ്കെച്ചിടാന്ന് പറയും, ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ സ്കെച്ച് ചെയ്യുക ആൾക്കാരെ. ഓൻ പോകുന്നതും വരുന്നതും പെയ്യുന്നതും എല്ലാം കാത്തു നിന്ന് അവസരം കിട്ടുമ്പം, അഥവാ ആർക്കെങ്കിലും ആ മനസ്സുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? നീ അള്ളാഹുവിന്റെ അദാബ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്തോ ചെയ്തതോ പറഞ്ഞതോ അള്ളാഹ്ക്ക് ഇഷ്ടമായില്ല. ലഅന്നാഹും, അവരെ അള്ളാഹു ശപിച്ചു. വജഅൽനാ ഖുലൂബഹും ഖാസിയ, ഹൃദയത്തെ കടുപ്പമുള്ളതാക്കി. വിശാലത, ഓന്റെ മുഖത്തിന് റാഹത്ത് കാണൂല, അങ്ങനെ ഉണ്ടാവും. ആരോടും മുണ്ടൂല, ചിരിക്കൂല, നല്ല വർത്താനം പറയൂല, വേറെന്തോ എന്റെ മനസ്സിൽ കളിക്കും. മരിക്കുന്നവരെ സ്വസ്ഥതയില്ലാണ്ട് ജീവിച്ച് അങ്ങ് മരിച്ചു പോകും. അള്ളാഹു കാക്കട്ടെ. നസാറാക്കളെ പറ്റി അള്ളാഹു പറഞ്ഞു, വമിനല്ലദീന ഖാലൂ ഇന്നാ നസാറ, നമ്മൾ നസാറാക്കളാണ് എന്ന് പറഞ്ഞ ചില ആളുകൾ, അഖദ്നാ മീസാഖഹും, ഞാൻ അവരോടും കരാറ് ചെയ്തു തൗഹീദിലും സുന്നത്തിലും. പക്ഷെ അവരെന്ത് ചെയ്തു? ഫനസു ഹദ്ദം മിമ്മാ ദുക്കിറൂ ബി, എന്നോട് ചെയ്ത കരാറ് മറന്നുപോയി, തന്നിഷ്ടം കാണിച്ചു. യുഹർജിഫൂനൽ കലിമ അൻ മവാദിഇ, തൗറാത്തിൽ അവരോട് പറയപ്പെട്ട, ഇൻജീലിൽ അവരോട് പറയപ്പെട്ട നിയമങ്ങളെ അവർക്കനുസരിച്ച് മാറ്റാൻ തുടങ്ങി. കരാറ് പൊളിച്ചു, ജീവിതം ഇഷ്ടമുള്ള പോലെയായി, ദീനിനെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ആക്കി, സ്വഭാവം മോശമായി. ഞാൻ എന്ത് ചെയ്തു? فأغرينا بينهم العداوة والبغضاء إلى يوم القيامة, അവരുടെ ഹൃദയത്തിൽ ഖിയാമത്ത് നാൾ വരെ മറ്റുള്ളവരോടുള്ള വെറുപ്പും ശത്രുതയും നിറച്ചു കൊടുത്തു. ഇന്നും നസാറാക്കൾ അങ്ങനെ തന്നെ, മനസ്സിലെല്ലാവരോടും ശത്രുത. അത് എന്താ അതിന്റെ പ്രശ്നം എന്നറിയോ? ആ ശത്രുതയും ആ വെറുപ്പും അവർക്ക് അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കും. സ്വന്തത്തിനെ പറ്റി നല്ല ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. ആരോടാണോ ശത്രുത, ഓനെങ്ങനെ ഇല്ലാണ്ടാക്കുക, ഓനെങ്ങനെ തകർക്കുക, ഓനെങ്ങനെ മോശാക്കുക, ഓനെങ്ങനെ വേദനിപ്പിക്കുക, ആ ചിന്തയിലും ആ പ്രവർത്തനത്തിലും സമയവും ഊർജവും അങ്ങ് കഴിയും. ജീവിതാവസാനം വരെ അങ്ങനെ ശുഷ്കിച്ച് ഇടുക്കത്തിൽ ജീവിച്ചോനങ്ങ് തീരും. ഇത് അള്ളാഹുവിന്റെ അദാബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സ് നന്നാക്കണം. അള്ളാഹുവിനോട് ഇൻഷറാഹിനെ ചോദിക്കണം. ഹൃദയത്തിന്റെ നമ്മുടെ ശരീരത്തിന് വരുന്ന രോഗങ്ങൾ എത്ര പേടിക്കുന്നുണ്ട്? ക്യാൻസർ, കിഡ്നി രോഗം, കരൾ രോഗം, കുടൽമാലകളിലുള്ള രോഗം, ഹാർട്ടിന്റെ രോഗം. എന്താ പേടിയുണ്ട് മനുഷ്യന്മാർക്ക്? എണ്ണ കൂട്ടൂല, പൊരിച്ചത് തിന്നൂല, ഇറച്ചി കഴിക്കൂല, പച്ചക്കറിയും സാമ്പാറും ദാലും വെറുതെ ഒപ്പിച്ച് തിന്നങ്ങ് തീർക്കുക. എന്താ പേടി? ശരീരം മോശമായി പോവും, രോഗിയായി പോവും. അള്ളാഹു എല്ലാ രോഗത്തെ തൊട്ടും കാക്കട്ടെ. ഒന്നും പറയാൻ കഴിയില്ല, ആഫിയത്ത് അള്ളാന്റെ കൈമേലുള്ളതാണ്. എന്ത് തിന്നാലും ഇല്ലെങ്കിലും അള്ളാന്റെ ഖളായിലുണ്ടെങ്കിൽ രോഗിയായി പോകും. അള്ളാഹു കാക്കട്ടെ. തിന്നാണ്ടിക്കലല്ല രോഗിയാവാനുള്ള വഴി, പട്ടിണി കിടക്കലല്ല, ആഫിയത്ത് തരണ്ടവനോട് നിരന്തരം ദുആ ചെയ്യൽ. അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുമ്മ ആഫിനി, നിരന്തരം. നമ്മൾ എത്ര പേടിക്കുന്നു ശരീരം മോശമായി പോകുന്നത്. ശരീരത്തിന്റെ രോഗം വന്നാൽ ദുനിയാവിലാണ് പ്രശ്നം, ദുനിയാവിലെ ജീവിതത്തിലാണ് പ്രയാസം. ചിലപ്പോ ദുനിയാവിലെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് വരൂല. മരിക്കുന്നവരെ ആ വേദന ഉണ്ടാവുള്ളൂ, മരിക്കുന്നത് വരെ ആ പ്രയാസം ഉണ്ടാവുള്ളൂ. ഹൃദയത്തിന്റെ രോഗം ബാധിച്ചാൽ ആ രോഗത്തിന്റെ ഫലം ഉണ്ടാവുന്നത് മരിച്ചതിന് ശേഷം അങ്ങോട്ടാണ്. അല്ലാഹു കാക്കട്ടെ.
ഹൃദയത്തിന്റെ രോഗം അത് മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിലാണ് പുറത്തേക്ക് വരിക. അന്നേരം ചികിത്സിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ഫിക്ർ വേണ്ടത് ഖൽബിന് രോഗം ബാധിക്കാതിരിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുൻ നാസി അഫ്ദൽ, ആരാണ് ഏറ്റവും ശ്രേഷ്ഠവാനായ മനുഷ്യൻ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഗുണങ്ങൾ പറഞ്ഞു. അത് ഈ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും നമ്മളിലുണ്ടോ നോക്കണം. രണ്ട് ഗുണം. അഫ്ദലുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവനായവൻ. തങ്ങൾ പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. രണ്ട് ഗുണം. കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സദൂഖുൽ ലിസാൻ ഖദ് അറഫ്നാ. അപ്പോൾ നമുക്ക് മനസ്സിലായി. എന്താ? നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്നവൻ. സഹാബാക്കൾ എങ്ങനെയാണ്? നമ്മളോ? സഹാബത്ത് എങ്ങനെയാണ്? നമ്മള് നാവെടുത്താൽ നല്ലതേ പറയാവൂ, സത്യമേ പറയാവൂ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നോ നാളെയോ പോകേണ്ടി വരും. ഇന്നോ നാളെയോ പോകേണ്ടി വരും. ഈ ചെറിയ സാധനത്തെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ പോക്ക് വലിയ പ്രയാസത്തിലാവും. സഹാബാക്കൾ പറഞ്ഞു, സദൂഖുൽ ലിസാൻ നമുക്ക് മനസ്സിലായി. യാ റസൂലല്ലാഹ്, ഫമാ മഖ്മൂമുൽ ഖൽബ്. ഈ മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനസ്സിലായില്ലല്ലോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഹുവ അത്തഖിയ്യു അന്നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ. ഇതാണ് മഖ്മൂമുൽ ഖൽബും ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ. ഹുവ അത്തഖി, സൂക്ഷ്മതയുള്ള കൽബ്, ക്ലിയറായ കൽബ്. ഒരു കറുപ്പും മയിലില്ല, അതിലൊരു പൊടിയുമില്ല, അതിലൊരു അണുക്കളുമില്ല, അഴുക്കുമില്ല. നഖി, പരിശുദ്ധമായത്. വെള്ള ഗ്ലാസ് ഉണ്ടല്ലോ, പളുങ്ക്, അതുപോലത്തെ കൽബ്. ലാ ഇസ്മ ഫീ, പാപകരമായ കാര്യങ്ങളുടെ കറ കൽബിലുണ്ടാവൂല. വലാ ബഗിയ, ചതി ഉണ്ടാവൂല, വഞ്ചന ഉണ്ടാവൂല. വലാ ഗില്ല, സാമ്പത്തികമായിട്ടുള്ള ചതി ഉണ്ടാവൂല. വലാ ഹസദ, അസൂയ ഉണ്ടാവൂല. ആരെയും ചതിക്കാത്ത, ആരോടും അസൂയയില്ലാത്ത, പാപങ്ങൾ ചെയ്ത് കറബാധിക്കാത്ത, നല്ല വെളുത്ത പളുങ്ക് പോലത്തെ കൽബുള്ളവനാണ് അഫ്ദലുന്നാസ്. ഈ കൂട്ടത്തിലുണ്ടാവും. ചിലപ്പോ നമ്മളെ നഫ്സിനെ നോക്കുമ്പം നമുക്ക് നമ്മളെ അറിയാൻ പറ്റും ഇതെല്ലാം ഉള്ളവരാണോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇല്ലാ മൻഷാ അല്ലാഹ്. കൽബിനെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി. നമ്മളെ മൊബൈല്, കാറൊക്കെ കഴുകൂലേ, തുടക്കൂലേ? കാറിന്റെ ബാക്കിൽ ചെറിയ സ്ക്രാച്ച് വന്നു, കൈകെട്ടി നിൽക്കുമ്പോഴും അല്ലോ സ്ക്രാച്ച് വന്നല്ലോ. അത് ഫിക്കർ, നമ്മളെ മനസ്സിന്റെ ഫിക്കർ. നമ്മൾ പുതിയ പാൻറ്, പെരുന്നാളിന്റെ പാൻറ് 5000 റുപ്യക്ക് വാങ്ങിയതാണ്, കൊളുത്തിയിട്ട് കീറിപ്പോയി, ടെൻഷനായി. റാഡോ വാച്ച് വാങ്ങിയ ഒരാൾ 1,00,000 റുപ്യയുടെ വാച്ച് വാങ്ങി, വീണ്ടും ചില്ല് പൊട്ടിപ്പോയി. 1 മാസം ടെൻഷൻ. കൽവിന്റെ കാര്യത്തിൽ ആ ടെൻഷൻ ഉണ്ടാവലില്ല. അതിൽ കറ വരുന്നുണ്ടോ, അതിന് സ്ക്രാച്ച് വരുന്നുണ്ടോ, അതിലെന്തെങ്കിലും പൊടി വരുന്നുണ്ടോ, അത് തുടക്കണ്ടേ, അത് കഴുകണ്ടേ, ആരും ചിന്തിക്കുന്നില്ല. മഖ്മൂമുൽ ഖൽബ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ. തീർച്ചയാണ് ഓൻ അള്ളാഹു ഇഷ്ടപ്പെടും. ആ ഇഷ്ടം നമ്മൾ സാധാരണ പറയില്ലേ, മാഷാ അല്ലാഹ് നല്ല മനുഷ്യനാണ്. എന്ത് കണ്ടിട്ടത്? അയാളുടെ മനസ്സിന്റെ നന്മയാണ്, മനസ്സിന്റെ വിശാലതയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ, നമ്മുടെ മുൻഗാമികൾ, അവർ ഒരാളുടെ നന്മയെ അളന്നത് 2 കാര്യങ്ങൾ നോക്കിയിട്ട്. ബഹുമാനപ്പെട്ട അയാസ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന അഫ്ദലുഹും ഇൻദഹും, സഹാബാക്കൾക്കിടയിൽ അവരിൽ തന്നെ അവർ ഏറ്റവും നല്ലവരായി, മികച്ചവരായി കണ്ടത് 2 സ്വഭാവമുള്ളവരെയാണ്. ഒന്ന്, അസ്ലമുഹും സുദൂറ, നെഞ്ച്, ഹൃദയം രക്ഷപ്പെട്ടവർ. ആരെപ്പറ്റി? ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തവർ. 2, വഅഖല്ലുഹും ഗീബതൻ, ഏറ്റവും കുറവ് ഗീബത്ത് പറയുന്നവർ. അപ്പൊ അന്നും സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആരാണോ ഏറ്റവും കുറക്കുന്നത്, ഖൽബ് ആരാണോ ഏറ്റവും നന്നാക്കുന്നത്, അവരെയാണ് അവർ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരായി കണ്ടത്. ഇന്നും അങ്ങനെ തന്നെ. ഞാൻ അങ്ങനെ ആവാൻ ശ്രമിക്കണം, നിങ്ങൾ അങ്ങനെ ആവാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ടാണെന്നറിയോ ഖൽബ് നന്നാക്കാൻ പറയുന്നു? നമ്മൾ കുപ്പായം നമ്മൾ നന്നാക്കും. 5000 റുപ്യന്റെ കുപ്പായം ഇസ്തിരിയിട്ട്
പിന്നെ അതിലെന്തെങ്കിലും മുക്കാലുണ്ടെങ്കിൽ മുക്കി നല്ല പട്ടി പോലെയാക്കി. കാരണം എന്തിനാ? അന്നാസു ബിൽ ലിബാസ്, ആളുകളെ വിലയിരുത്തുക അവരുടെ കുപ്പായം നോക്കിയിട്ടാണ്. നല്ല ഡ്രസ്സ് ഇട്ട് ചിലപ്പോൾ ഫഖീറായിരിക്കും, പക്ഷെ ഓൻ്റെ സ്വഭാവമായിരിക്കും നല്ല ഡ്രസ്സിങ്. അത് കാണുമ്പോൾ ചിലപ്പോൾ സക്കാത്തവൻ കൊടുക്കൂല, ഓൻ വലിയ പൈസക്കാരനാടാ. കാരണം അവൻ്റെ വേഷം കണ്ടിട്ട് അങ്ങനെ മനസ്സിലാക്കിയതാണ്. അന്നാസു ബിൽ ലിബാസ്. ശരിയാണ്, നമ്മൾ ശ്രദ്ധിക്കും നമ്മളെ കോലം നന്നാവാൻ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നന്നാവാൻ. പക്ഷെ ഏറ്റവും നന്നാക്കേണ്ടത് ഖൽബാണ്. എന്തുകൊണ്ടറിയോ? അത് ജനങ്ങൾ കാണൂല. നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം എത്ര കറുപ്പാണെങ്കിലും പുറത്ത് നല്ല വെള്ള വസ്ത്രം ഇട്ടാൽ ജനങ്ങളെ കണ്ണിൽ എന്തായി? മിയ. പക്ഷെ അള്ളാഹു നോക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. മൻദറുർ റഹ്മാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. നിങ്ങളുടെ ബോഡി അള്ളാഹു നോക്കൂല, അത് ജനങ്ങൾ നോക്കും. ഇപ്പോൾ വലിയ വയറെല്ലാം വെച്ചൊരാൾ വരുമ്പോൾ ഉസ്താദ് എന്താ ഇപ്പം ഇങ്ങനെ ഒന്ന് കൺട്രോളാക്കിക്കൂടെ? കാരണം അവരിതേ കാണുള്ളൂ. നല്ല ബോഡി ബിൽഡർ സിക്സ് പാക്ക് എല്ലാം ആക്കി നല്ല മസിലാക്കി വരുമ്പോൾ മാഷാ അല്ലാഹ് നല്ല ഉഷാറുണ്ട്. കാരണം അവർ ജിസ്മാണ് കാണുന്നത്, പക്ഷെ അവൻ്റെ ഉള്ളിലോ തോന്നി വൃത്തികെട്ടവനായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് മനുഷ്യന്മാർ കാണൂല, പുറമേയുള്ള മനുഷ്യർ കാണും. അത് നോക്കിയിട്ട് മനുഷ്യന്മാർ വിലയിരുത്തും. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു നിങ്ങളെ ബോഡി നോക്കൂല. തടിയുണ്ടോ, മെലിഞ്ഞിട്ടാണോ, സിക്സ് പാക്ക് ഉണ്ടോ, വട്ടിയനാണോ, ഇതൊന്നും അള്ളാഹു നോക്കൂല. വലാ ഇലാ സുവരിക്കും, നിങ്ങളെ ഗ്ലാമറും അള്ളാഹു നോക്കൂല. ഫായിസ തേച്ച് വെളുപ്പിച്ച് പിന്നെ മേക്കപ്പ് ചെയ്ത്, ആമ്പിള്ളർ വരെ മേക്കപ്പ് ചെയ്യുന്ന വർത്തമാന കാലം, ഫിത്നയുടെ കാലം. ആമ്പിള്ളർക്ക് വരെ മേക്കപ്പ്, ആമ്പിള്ളർ വരെ പുരികം പ്ലക്ക് ചെയ്യുക, ആമ്പിള്ളർ വരെ ചായം തേച്ചിട്ട് മംഗലത്തിന് പോവുക. കലികാലം. അള്ളാഹു കാക്കട്ടെ. താടി പഠിക്കുന്ന എന്തിനാ? പുരുഷന്മാര് സിംഹങ്ങളെ പോലെ പൗരുഷത്തോടെ ജീവിക്കേണ്ടവർ താടി പഠിച്ചിട്ട് പെണ്ണായി ഹിജടയായിട്ട് വരും. എന്തിന്? ആളുകൾ അതാ നോക്കുക. വലിയ താടിയെല്ലാം വെച്ചിട്ട് വരുമ്പോ എന്തെന്ന് പോയിട്ട് പഠിക്കപ്പാ. കാരണം ആളുകൾ നമ്മളെ സുവർ നോക്കും, നമ്മളെ രൂപം, നമ്മളെ ഭംഗി, നമ്മളെ സൗന്ദര്യം. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹ്ക്ക് അതൊന്നും വിഷയമല്ല, അള്ളാഹു അതൊന്നും നോക്കൂല. ബിലാൽ ഇബ്നു റബാഹിന് എന്ത് സൗന്ദര്യമുള്ളത്! റളിയല്ലാഹു അൻഹു. സ്വർഗത്തുനിന്ന് ബിലാലിനെ കാണുന്ന വലിയൊരു കൊതിയുണ്ട്. അങ്ങനത്തെ മനുഷ്യനാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. കറുത്ത ബിലാൽ, നമ്മളെ കൽക്കരിയില്ല, കരിക്കട്ട, അക്കറുപ്പാണ് ബിലാലിന്. ചപ്പിയ മൂക്ക്, ചുരുണ്ട മുടി, കണ്ണുകള് ഉണങ്ങിയ ഈത്തപ്പഴം പോലത്തെ കണ്ണ്, കിസ്മിസ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു രസമില്ല കാണാൻ. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് ആരെന്നറിയോ? ബിലാൽ ഇബ്നു റബാഹ് മുഅദ്ദിനു റസൂലില്ലാഹ് എന്നായിരിക്കും നാളെ ഖിയാമത്ത് നടന്ന വിളി. അള്ളാഹിന്റെ റസൂലിന്റെ മുഅദ്ദിനായ ബിലാലെ വാ എന്ന് വിളിച്ച് അള്ളാഹു മഹ്ശറിൽ ആളുകളുടെ മുന്നിൽ കൊണ്ടുവരും. കാരണം അള്ളാഹ് നോക്ക് നീന്റെ ഉള്ളാണ്, വസ്ത്രം നോക്കൂല, രൂപം. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹ് നോക്കുന്നത് നിങ്ങളുടെ ഖൽബുകളിലേക്കാണ്. നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ ഇത് മറച്ചു വെക്കാൻ പറ്റുന്ന സാധനമാണ് ഖൽബ്. അള്ളാഹിന്റെ മുമ്പിൽ മറച്ചു വെക്കാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പറ്റി ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലാ വ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. ഇദാ സലുഹത്, അത് നന്നായാൽ സലഹൽ ജസദു കുല്ലു, ബാക്കിയൊക്കെ നന്നായി. വ ഇദാ ഫസദത്, അത് മോശമായാൽ ഫസദൽ ജസദു കുല്ലു, ഈ ശരീരം മുഴുവനും മോശമായി. അലാ വഹുവൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ്, അത് നന്നാക്കിക്കോളാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നാവണം, നല്ല മനുഷ്യരാവണം, നല്ല മനസ്സുള്ളവരാവണം. എൻ്റെ അടുത്തുള്ള ദുസ്വഭാവം എനിക്കറിയാം, നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്കറിയാം. തിരുത്താൻ സബർ ആവശ്യമാണ്. നെഫ്സിന് ആ തർബിയത്ത് കൊടുത്ത് നന്മകളെ കൊണ്ട് നിറക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫയാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ മനസ്സ് മോശമാക്കിയാൽ
അയാളുടെ പ്രവൃത്തി കൊണ്ട്, അയാളുടെ ഗുരുത്തക്കേട് കൊണ്ട് അയാൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം, അയാളുടെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ബാക്കി എല്ലാം ഒക്കെ ആയിരിക്കും. ബാഹ്യമായി നോക്കിയാൽ എല്ലാം ഒക്കെയാണ്, ഖൽബ് ശരിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അടിമകളുടെ അമലുകൾ അള്ളാഹിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെടും. മലക്കൾ എഴുതി വെക്കുന്ന കിതാബ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മുകളിലേക്ക് കൊണ്ടുപോകും. 2 വിഭാഗം ആളുകളുടെ അമൽ അള്ളാഹു വേണ്ട നോക്കും. ജീവിതം പോയി, അള്ളാഹു കാക്കട്ടെ. ഗൗരവം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ജീവിതം പോയി. എന്തിനാണോ അള്ളാഹു ജീവിതം തന്നത് അതാണ് ഈ നടക്കുന്നത്. അത് പോയാൽ പോയി. 2 വിഭാഗം ആളുകളിൽ ഒന്ന് മുശ്രിക്കാണ്, ശിർക്ക് ചെയ്തവൻ. അവന്റെ അമൽ അള്ളാഹ്ക്ക് ആവശ്യമില്ല. എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വലിയ നന്മ, അതായത് ചില സാമൂഹിക പ്രവർത്തകരുണ്ട്, വീട് വെച്ച് കൊടുക്കുക, പള്ളി വെച്ച് കൊടുക്കുക, മദ്രസ വെച്ച് കൊടുക്കുക, യതീമുകളെ സഹായിക്കുക, ഭക്ഷണം കൊടുക്കുക, കിണർ കുഴിച്ചു കൊടുക്കുക, അങ്ങനെ ഒരുപാട് നന്മകൾ, നമ്മളൊക്കെ അസൂയോടെ നോക്കി നിൽക്കുന്ന നന്മകൾ. പക്ഷെ ശിർക്ക് വന്നിട്ടുണ്ടെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി അത് വെള്ളത്തിൽ കലക്കിയ പോലെയാണ്, അങ്ങ് പോയി. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. കാരണം അമല് കബൂലാവാനുള്ള ഷർത്ത് വിശ്വാസമാണ്. അതിൽ ശിർക്ക് കലർന്നാൽ അമല് സ്വീകരിക്കൂല. രണ്ടാരെന്നറിയോ? ഹൃദയം ക്ലിയർ അല്ലാത്ത മുഷാഹിൻ, പരസ്പരം ദേഷ്യവും വെറുപ്പും കൊണ്ട് പിണങ്ങിക്കഴിയുന്നവൻ അമൽ അല്ലാഹു കബൂലാക്കൂല. ആഴ്ചക്ക് മലായിക്കത്ത് മുകളിലേക്ക് ഇത് കൊണ്ടുപോകും. അള്ളാഹു പറയും അവരോട്, ഉർകുനു ഹാദൈൻ ഹത്താ യസ്തലിഹ. ഉർകുനു ഹാദൈൻ, ഈ 2 ആളുകളുടെയും കിതാബ് സൈഡിലേക്ക് മാറ്റിവെക്ക്. ഹത്താ യസ്തലിഹ, അവർ നന്നാവോ നോക്ക്. അവർ ഓക്കെ ആയാൽ, ശിർക്കിൽ നിന്ന് തൗബ ചെയ്തു, എല്ലാം കബൂലാവും. പിണക്കം മാറി ഇണക്കത്തിലായി, ഖൽബ് ക്ലിയറായി, എല്ലാം കബൂലാവും. പക്ഷെ അതുള്ളത് വരെ അത് 2ലുമായിട്ടാണ് മരിച്ചു പോയതെങ്കിൽ എല്ലാം പാഴായി, എല്ലാം പാഴായി. പിണക്കം നിസ്സാര സംഗതിയല്ല. നമ്മള് ശൈത്താൻ എന്ത് പറയാറിയോ? എടാ നീ എന്നോളോൻ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്നോളോൻ ഇങ്ങനെ ചെയ്തല്ലോ, നീ ഇത്ര വലിയ ഇസ്സത്തുള്ള ആളായിട്ട് ഒരങ്ങനെ വിട്ടാൽ ശരിയാവൂല. ഇല്ലെങ്കിൽ ക്ലാസ് എല്ലാം കേൾക്കുമ്പോൾ തോന്നും വിട്ടേക്ക, പോയിട്ട് മിണ്ടാ ഇണങ്ങാം. അപ്പൊ ശൈത്താൻ വരും, ഓനിങ്ങോട്ട് വേട്ടറാ, നീ ഇതിൽ അങ്ങോട്ട് പോന്ന്, ഓനിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞൂടെ, നിനക്ക് കുറച്ചൊരു അഭിമാനമില്ലേ? വേണ്ട പ്രിയപ്പെട്ടവരെ, തിങ്കളും വ്യാഴവും ആവുമ്പം ആ പേടി മനസ്സിലേക്ക് വന്നോട്ടെ, അമലുകൾ കെട്ടിക്കിടക്കും. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ മുൻഗാമികൾ അഥവാ നമുക്ക് മുമ്പ് വന്ന ജൂതനസാറാക്കൾ, അവർക്കുണ്ടായിരുന്ന രോഗം നിങ്ങളെ ബാധിച്ചു കളയുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് അവരുടെ രോഗം? റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഹസദു വൽ ബഗ്ദാ, അസൂയയും പരസ്പരമുള്ള വെറുപ്പും ദേഷ്യവും. ദുനിയാവിന്റെ കാര്യത്തിലുള്ള ദേഷ്യം, അതേപോലെ അസൂയ, ഇത് രണ്ടും നിങ്ങൾക്ക് വന്നു കൂടുന്നത്. ഇവ ഹാലിഖത്താണ്. ഹാലിഖ് എന്ന് പറഞ്ഞാൽ വടിച്ചു കളയുന്നതാണ്. റസൂലുള്ളാഹി പറയാണ്, ഞാൻ വടിച്ചു കളയുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളെ രോമം വടിച്ചു കളയുമെന്നല്ല, നിങ്ങളുടെ ദീനിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വടിച്ചില്ലാതാക്കി കളയുന്ന രോഗമാണ് അസൂയയും പരസ്പരമുള്ള പിണക്കവും ദേഷ്യവും. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ സഹാബാക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി പെട്ടെന്ന് പറഞ്ഞു, ഇപ്പൊ പള്ളിയിലേക്ക് കടന്നു വരുന്ന ഒരാള് സ്വർഗത്തിന്റെ അവകാശിയാണ്, സ്വർഗവാസിയെ കാണണമെങ്കിൽ നോക്കിക്കോളിൻ. സഹാബാക്കളെല്ലാം തിരിഞ്ഞു. അപ്പോൾ ഒരു സഹാബി വുദൂ ചെയ്ത് താടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റുന്ന കോലത്തിൽ ഇടത്തെ കൈയിൽ ചെരുപ്പും പിടിച്ചിട്ട് നടന്നിങ്ങനെ വരുന്നു. വന്നിട്ട് അവിടെ ഇരുന്നു. 2ാം ദിവസമായി ഇതേപോലെ റസൂലുള്ളാഹി ആവർത്തിച്ചു, അതേ ആള് വന്നു. 3ാം ദിവസമായി ഇതെന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അതേ ആള് വന്നു. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ നുബൂവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു, അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് ആശയായി, എന്താപ്പാ ഇയാളെ പറ്റി ഇങ്ങനെ പറയാൻ കാരണം? കാരണം റസൂൽ വെറുതെ പറയില്ല. സദസ്സ് കഴിഞ്ഞ് 3ാം ദിവസം പിരിഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ ബാക്കിൽ വീട്ടിലേക്ക് അതിഥിയായിട്ട് പോയി. അതിഥികൾക്ക് 3 ദിവസം വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇദ്ദേഹം 3 ദിവസം അയാളുടെ അതിഥിയായി വീട്ടിൽ താമസിച്ചു. എന്തിനാണെന്നറിയോ? ജാസൂസ് പണി ചെയ്യാൻ.
നമ്മളെപ്പോഴത്തെ ജാസൂസ് അല്ല, എന്ത് നന്മയാ ചെയ്യുന്നത് നോക്കാൻ. അള്ളാഹുവിന്റെ റസൂല് 3 ദിവസം ആവർത്തിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ചെയ്യുമല്ലോ. 3 ദിവസവും നോക്കി, ഒന്നും എക്സ്ട്രാ ഇല്ല. കാരണം ഒരേ മദ്രസയിലെ വിദ്യാർത്ഥികളാണ്. രാത്രി നിസ്കാരം മാറ്റി കാര്യങ്ങളെല്ലാം ഒരേപോലെ. 3-ാം ദിവസം തിരിച്ചു പോകുമ്പോ അബ്ദുള്ള പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഞാൻ എന്തിനാ വന്നതെന്നറിയോ? എനിക്ക് പുരയില്ലായിട്ടല്ല. കാരണം അദ്ദേഹം എന്തെല്ലോ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പയുമായിട്ട് പിണങ്ങി, ഉപ്പ എന്നെ പുരക്കുന്ന് പുറത്താക്കി, എനിക്ക് താമസിക്കാൻ ഇടവില്ല, താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം തരണം, അങ്ങനെയാ പോകുന്നു അതിഥിയായിട്ട്. ഇപ്പൊ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണ്, കാരണം എനിക്കിത് അറിയണം, നിങ്ങൾ എന്ത് നന്മയാ അധികം ചെയ്യുന്നുള്ളത്. കാരണം 3 ദിവസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാന്ന് പറഞ്ഞിട്ടുണ്ട്. സഹാബി പറഞ്ഞു, നീ കണ്ടല്ലോ 3 ദിവസം എൻ്റെ പേര് ഉണ്ടായില്ലേ? ഒന്നുമില്ല, ശരി, അസ്സലാമു അലൈക്കും. തിരിച്ചു പോകുന്ന അബ്ദുല്ലാഹിബ്നു അംറിനെ ഈ സഹാബി തിരിച്ചു വിളിച്ചു. പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഖൽബ് സാഫാക്കും. മുസ്ലിമീങ്ങളായ ആരോടും എൻ്റെ മനസ്സിൽ വെറുപ്പോ വൈരാഗ്യമോ അസൂയയോ പകയോ കുശുമ്പോ ദേഷ്യമോ ഇതൊന്നും ഞാൻ വെക്കൂല. എല്ലാവർക്കും മാപ്പ് കൊടുത്ത് എല്ലാം മനസ്സെന്ന് കളഞ്ഞിട്ടേ ഞാൻ ഉറങ്ങാൻ കിടക്കാറുള്ളൂ. അബ്ദുള്ള പറഞ്ഞു, ഹുവദാക്, നിങ്ങളെപ്പറ്റി അല്ലാഹുവിന്റെ റസൂല് 3 ദിവസമോ പറയാൻ കാരണം നിങ്ങളുടെ ഈ സ്വഭാവമാണ്. അവിടെ എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, മടിക്കേരിക്കാരെ, മനസ്സ് നന്നാക്കണം, ക്ലിയർ ആവണം. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ശുഅറ 88-89 ഒന്ന് വായിച്ചു നോക്കണം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, നാളെ ഖിയാമത്ത് നാളിൽ സമ്പത്തോ മക്കളോ ഉപകാരപ്പെടൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിൻ്റെ അടുക്കൽ സലീമായ, ഈ പറഞ്ഞ ഒരു രോഗവുമില്ലാത്ത നല്ല സുഖം പ്രാപിച്ച നല്ല തിളക്കമുള്ള കൽബുമായിട്ട് വന്നവനല്ലാതെ അവിടെ രക്ഷപ്പെടൂല. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തു രക്ഷിക്കട്ടെ. അലാ വ ഇന്ന അല്ലാഹ സുബ്ഹാനഹു വ തആല أمرنا بالصلاة والسلام على النبي صلى الله عليه وسلم وقال إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم ارض عن خلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وعثمان وعلي رضوان الله عليهم أجمعين وعن بقية الصحابة والقرابة كلهم أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.